ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കണമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പടന്നക്കാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. പടന്നക്കാട്ടെ വനിതാ സഹകരണ സംഘം ഹാളിൽ വെച്ചാണ് ഇത്തവണ ഇവർ സമ്മേളനം നടത്തിയത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. വ്യാപാര മേഖലയെ സാരമായി ബാധിക്കുന്ന ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കണമെന്നും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തകരാറിലായ പടന്നക്കാട് പ്രദേശത്തെ ബസ് സ്റ്റോപ്പുകൾ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ പുനഃക്രമീകരിക്കണമെന്നും പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ നടത്തുന്ന അനാവശ്യമായ റെയ്ഡ് അവസാനിപ്പിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി പടന്നക്കാട് യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പടന്നക്കാട്ടെ വനിതാ സഹകരണ സംഘം ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സമിതിയുടെ ഏരിയ ട്രഷറർ KV സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. സംഘടന കേരളത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ വിവിധ സംഘടനകൾ ഈ കേരളത്തിനകത്ത് വ്യാപാരികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊടിയുടെയും അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷികളുടെയും നിറം നോക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടന. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് ചെറുകിട വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള പാവപ്പെട്ട ചെറുകിട വ്യാപാരികളെ അവരെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൽ പലതരത്തിൽ ചുരുക്കം വൻകിട വ്യാപാരികളുണ്ടാവും. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന. നിരവധി പ്രക്ഷോഭ ക്യാമ്പയിൻ പരിപാടികൾ ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് M ശോഭനൻ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സത്യൻ പടന്നക്കാട് വ്യാപാരി മിത്ര പദ്ധതി വിശദീകരിച്ചു. വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി യമനിത വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. M ഗംഗാധരൻ, മനോജ് കരുവളം, KV ബിജു, K സുമേഷ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി രാജേഷ് കുറുന്തൂർ സ്വാഗതം പറഞ്ഞു. യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി M ശോഭനനെ പ്രസിഡന്റായും രാജേഷ് കരുവളത്തെ സെക്രട്ടറിയായും K സുമേഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.